ഹായ് ചങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു അതിഥി ഉണ്ട്. അതിഥിനെ കാണിച്ചു തരാനാണ് രാവിലെ തന്നെ റോഡിലൊക്കെ ഇറങ്ങിയിട്ടുള്ളൊരു ഇൻട്രോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ ഓടാൻ വേണ്ടിയിട്ടൊക്കെ പോകാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് അതിഥി വന്നത്, ഇന്നലെ രാത്രി. അതിഥി എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ ഒരാളെ കേൾക്കണ്ട, ഇതാണ് നമ്മുടെ അതിഥി. മനസ്സിലായോ? എന്നെ കണ്ടിട്ടുണ്ടോ? നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അറിയില്ലേ? KL 552970 നമ്മുടെ ഓട്ടോ ലൈഫ് ചെയ്തിരുന്ന നമ്മളുടെ വണ്ടിയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താ സംഭവിച്ചു ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. കേരള നമ്മുടെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ പറിച്ചിട്ടായിരുന്നു. ഇപ്പോൾ 1-2 സ്റ്റിക്കർ മാത്രമേ ഉള്ളൂ. ഈ ഒരു സ്റ്റിക്കർ ഉണ്ട്, അതുപോലെ തന്നെ ബാക്കത്തെ ആ കേരള എന്നുള്ള സ്റ്റിക്കറും. ആകെ പൊടിയാണ്, ചെളിയാണ്. എന്താ പറയുക, ബാക്കിലാണെങ്കിലും പൊടിയാണ്, ചെളിയാണ്. മൊത്തത്തിൽ ആ ഒരു കോലത്തിൽ തന്നെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു കമ്പി വിട്ടിട്ടുണ്ട്, ഇതൊന്ന് വെൽഡ് ചെയ്യിപ്പിക്കണം. വേണ്ട, ഇതൊന്ന് വെൽഡ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് സൗണ്ട് ഉണ്ടാവും റണ്ണിങ്ങിൽ. അതൊന്ന് വെൽഡ് ചെയ്യിപ്പിക്കണം. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന സപ്പോർട്ടിങ് കമ്പിയാണത്. അപ്പോൾ ഈ ഒരു കമ്പിയും തന്നെ ഇവിടെ പൊട്ടിക്കണം, ഇതും തന്നെ വെൽഡ് ചെയ്യിപ്പിക്കണം. അപ്പോൾ അത്തരം പരിപാടികൾ ഇതിന് ചെയ്യാണ്ട് പിന്നെ ഇവിടുത്തെ ഇന്നർ ഇങ്ങനെ പൊളിഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഇതൊന്ന് ഇങ്ങോട്ട് മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇവിടെ പ്രശ്നമല്ല, അങ്ങനെ നിൽക്കും. പിന്നെ പൊടിയാണ്, ചെളിയാണ്. ആ ബ്രേക്കിൽ എന്തോ ഒരു വിഷയം ഉണ്ടെന്ന് അവൻ പറഞ്ഞു കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ. അപ്പോൾ ഇവനൊന്ന് കാണിക്കാം എന്ന് കരുതി നമ്മളെ തമിഴ്നാട് ഓട്ടോ ലൈഫ് ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത് നമ്മൾ ഈ ഒരു വണ്ടിയിലായിരുന്നു. ഏതായാലും കൊള്ളാം. അങ്ങനെ അവൻ വീണ്ടും നമ്മുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചു വന്നു. അന്ന് ഈ സ്റ്റാറൊക്കെ ഞാൻ പുതിയ ഇട്ടായിരുന്നു, ഇപ്പോൾ അത് പൊട്ടിയിട്ടുണ്ട്. അതിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ ഞാൻ സ്റ്റാർ വെച്ചിരുന്നു, ഓർമ്മ ഇട്ടോളാം. എന്തായാലും ആ ടയറ് അതൊക്കെ ഉണ്ട്. സ്റ്റെപ്പിന് അതായിരുന്നോ എന്ന് വെച്ചറിയില്ല, ഓർമ്മ വരുന്നില്ല. പിന്നെ ഇതിൻ്റെ ബാറ്ററി നമ്മൾ സെയിൽ ചെയ്തതാണ്. പിന്നെ ആ ടയറ് എന്താ അറിയില്ല കേട്ടാ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതെന്താ സംഭവിച്ചു ചോദിച്ചാൽ, നമ്മൾ ഈ വണ്ടി നമ്മളുടെ ഫ്രണ്ടിന് വിൽക്കുക എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് തന്നിട്ട് ഫ്രണ്ടല്ലേ എന്നുള്ള ലെവലിൽ നമ്മൾ വണ്ടി കൊടുത്തു. അതായത് ഞാൻ അന്ന് വില പറഞ്ഞിരുന്നത് അവനോട് വെറും 25,000 രൂപയായിരുന്നു. അതിൽ ഓൻ 5,000 രൂപ തന്നിട്ട് 20,000-ന് അവനൊരു 3 മാസത്തെ ഗ്യാപ്പ് അതിനുള്ളിൽ ഫുള്ളായിട്ട് തരാം. ഈ 3 മാസത്തിനുള്ളിൽ ഗഡുക്കളായിട്ട് ഫുള്ളായിട്ട് തരാം. അവന് വണ്ടി ആവശ്യമാണ്, ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞു. ശരി, ഓക്കെ എന്ന് പറഞ്ഞിട്ട് അന്ന് വണ്ടി കൊടുത്തത് നമ്മൾ. ഇപ്പം എന്താ ചോദിച്ചാൽ വണ്ടി പിന്നീട് അവൻ പറഞ്ഞു നമുക്കിത് വിൽക്കാം, ഞാൻ അവൻ്റെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇത് വിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ എന്നായിക്കോട്ടെ, നീ അങ്ങനെ വിറ്റാലും മതി, എന്നിട്ട് എൻ്റെ പൈസ തന്നാളാ. എൻ്റെ പൈസ തന്നു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ, നമ്മൾക്ക് വിഷയമൊന്നുമില്ലല്ലോ. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് വിൽക്കാമെന്ന് പറഞ്ഞിട്ട് അവനിപ്പോൾ അതും കഴിഞ്ഞ് നമ്മുടെ ഓട്ടോ ലൈഫ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് 4 മാസമോ എന്തോ ആയല്ലോ, 4 മാസത്തിലേറെ ആയതുകൊണ്ട്, കഴിഞ്ഞ വർഷമില്ലായിരുന്നു. അപ്പോൾ അവിടെ തൊട്ട് ഇത്രയും ദിവസം അവൻ്റെ കയ്യിലായിരുന്നു വണ്ടി. അതിൻ്റെ ഇടയിൽ അവന് എന്തിനൊക്കെ വേണ്ടി ഉപയോഗിച്ചു എന്ന് എനിക്കറിയില്ല. എന്തായാലും അവൻ സെയിൽ ചെയ്യാം, അല്ലെങ്കിൽ അവൻ തന്നെ എടുക്കാം എന്നുള്ള കണ്ടീഷനിലായിരുന്നു വണ്ടി കൊണ്ടുവരുന്നത്. ഞാനിതിപ്പോഴും വിൽക്കാൻ തന്നെയാണ് കരുതുന്നത്, കൊടുക്കാം എന്ന് തന്നെയാണ് കരുതുന്നത്. ഈ വണ്ടി എനിക്ക് പറ്റാത്തത് കൊണ്ടല്ല, എൻ്റെ മനസ്സിൽ ഇനിയൊരു വണ്ടി, ഒരു ലോങ് ട്രിപ്പിലേക്കുള്ളൊരു വണ്ടി എന്ന് കരുതുന്നത് ഒരു 4 വീലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിനെ കൊടുക്കാം എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വണ്ടി വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരു നിസ്സാര പ്രൈസിന് ഞാൻ തരാം. നിസ്സാര പ്രൈസ് എന്ന് പറയുമ്പോൾ നിങ്ങളെനിക്ക് കോൺടാക്റ്റ് ചെയ്യും, ഞാനപ്പോൾ പറയാം, വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ പിന്നെ വെറുതെ ഒരുപാട് കമൻറ്റുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് 2006 തോന്നുന്നു, 2006. ഇതിൻ്റെ ഈ നമ്പർ അടിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം. പരിവാഹനിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ പറയും. ഇപ്പോൾ ഈവനിങ് സ്നാക്സ്, അതുപോലെ തന്നെ ടാപ്പിംഗ് തൊഴിലാളികൾ, അങ്ങനത്തെ ചെറുകിട പരിപാടികൾക്ക്, അതുപോലെ തന്നെ പലചരക്കിൻ്റെ കട നടത്തുന്ന, പച്ചക്കറി കട നടത്തുന്ന, അങ്ങനെ ചെറിയ പരിപാടികളൊക്കെ നടത്തുന്ന ആളുകൾക്കൊക്കെ പറ്റുന്ന ഒരു നല്ലൊരു വണ്ടിയാണ് ഈ വണ്ടി. ഇഞ്ചംപരമായിട്ട് യാതൊരു പേടിയും പേടിക്കേണ്ട, പക്കയാണ്. അതുപോലെ തന്നെ മെക്കാനിക്കലും. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ ബ്രേക്ക് കാര്യങ്ങളൊക്കെ റെഡിയാക്കാറുണ്ട്. അതുപോലെ തന്നെ ആ ഒരു വെൽഡിങ് പൊട്ടിയത് അതും റെഡിയാക്കാറുണ്ട്. അത്ര സംഭവം കൂടി ഞാൻ റെഡിയാക്കി കഴിഞ്ഞാൽ എനിക്കും തന്നെ ചെറിയ യാത്രകളൊക്കെ ഞാൻ പോകണമെന്ന് കരുതുന്നുണ്ട്. ഇതിൽ വേറെ സംഭവം കൂടി പറയാനുണ്ട്. ഈ ഒരു വർഷം എനിക്ക് വലിയ യാത്രയൊന്നും പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളതാണ്. ഈ വർഷം എനിക്ക് വലിയ യാത്രകളൊന്നുമില്ല, പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതിന് തക്ക
തക്കതായ കാരണമുണ്ട്. ആ കാരണം കേട്ടാൽ നിങ്ങളും തന്നെ അത് ശരിവെക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതുവരെ എനിക്ക് ചെറിയ യാത്രകൾ പോകണം. ചെറിയ യാത്ര എന്ന് പറയുമ്പോൾ കേരളത്തിനുള്ളിലും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങൾ മാത്രമേ പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. മാക്സിമം 10 ദിവസം അല്ലെങ്കിൽ ഒരു 12 ദിവസം അത്രയും നീണ്ടു നിൽക്കുന്ന യാത്രകളെ പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വണ്ടി ഉപയോഗിക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആ ഒരു കണ്ടീഷനിലേക്ക് അതിനെ മാറ്റുന്നുണ്ട്. അതായത് ഓട്ടോൻ്റെ അകത്ത് കിടക്കുന്ന പരിപാടിയല്ല, പുറത്ത് ടെൻ്റ് അടിച്ച് കിടക്കാം. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വണ്ടി ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഓടാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതിഥി അവിടെ വന്ന് കിടക്കുന്നുണ്ട്. നമ്മളവിടുന്ന് പോയി എന്ന് കരുതിയതായിരുന്നു, പിന്നെ വീണ്ടും റിട്ടേൺ വന്നു. ഞാൻ ആർക്കും വേണ്ടതാണ് ഒറ്റ പൊളിക്കലായി കാര്യം വണ്ടി പൊളിക്കാൻ കൊടുക്കും, പൊളി വിലക്ക്. അപ്പോൾ അങ്ങനെ പൊളി വിലക്ക് കൊടുക്കാറ് ഇപ്പോൾ കൊടുക്കില്ല കേട്ടോ. അപ്പോൾ ജീവനുള്ള നല്ല വണ്ടിയാണ്. അപ്പോൾ നമ്മളിപ്പോഴത്തെ ഈ ഒരു സംഭവമൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതുന്ന പൊളി വിലക്ക് എനിക്ക് തന്നൂടെ എന്നുള്ളത്. പൊളി വിലക്ക് അപ്പോൾ അങ്ങനെ ഞാൻ തരില്ല, കാരണം വേറെ ഒന്നുമല്ല, നല്ല വണ്ടിയാണ്, വെറുതെ പറയുന്നതല്ല, നല്ല വണ്ടിയാണ്. ഞാൻ അതിലൊക്കെ പോയി വന്നല്ലേ, ഉഷാറാണ്. അപ്പോൾ ഇനി ചായ കുടിക്കട്ടെ. ചായ കുടിച്ചിട്ട് നമുക്ക് ഓടാൻ വേണ്ടിയിട്ട് ഇറങ്ങാം. 8:55 വണ്ടിയുടെ വാലൊന്നും ഊരിയിട്ടില്ല. വണ്ടിയുടെ വാല് വരണം, മെയിൻ ഗ്ലാസ് ഒന്ന് കഴുകണം, ജസ്റ്റ് ഒന്ന് പൊടി തട്ടണം മൊത്തത്തിൽ. ഞായറാഴ്ചയാണ് വണ്ടി കഴുകാറ്. അപ്പോൾ അടുത്ത ഞായറാഴ്ച നമുക്ക് വണ്ടി കഴുകാട്ടോ. ഞാൻ പറഞ്ഞ പോലെ സമയം അത്രയൊക്കെ ആയി. ആര്യ നീച്ചിട്ടുണ്ടാവും. ആര്യ നീച്ചിട്ടുണ്ട്. ചായ കുടിച്ചോ? ഇല്ല. ടി വി കാണാലോ, നല്ല ഐഡിയ ആണ്. എന്നാൽ ഫാസ്റ്റ് ആയിക്കോട്ടെ കേട്ടോ. ഫാസ്റ്റ് ആയിക്കോട്ടെ. ഞാൻ ലാപ്ടോപ്പിൽ നിന്ന് വീഡിയോ ഒന്ന് കോപ്പി ചെയ്യണം. അപ്പോൾ ആ ഒരു പരിപാടി കൂടി കഴിഞ്ഞാൽ ഞാൻ ചായ കുടിച്ചിട്ട് അങ്ങനെ ഇറങ്ങും. ചായക്ക് എന്താ കലക്കി ചുട്ട കപ്പാണ്. അതൊരു 3 എടുക്കാം നമുക്ക്. ഓക്കെ, അതിലേക്ക് ഇന്നലത്തെ ചിക്കൻ കറി ഇന്നൊന്ന് ചൂടാക്കി എടുത്തതാവാം. 4 ഓരോ പീസുണ്ട്, അതൊന്ന് തട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതും കൂട്ടി കഴിച്ചിട്ട് ഞാൻ ഇറങ്ങട്ടെ കേട്ടോ. അപ്പോൾ ഉച്ചവരെ ഫസ്റ്റ് റൗണ്ട് ഓട്ടം 300 രൂപ. 300 രൂപയ്ക്കാണ് ഫസ്റ്റ് റൗണ്ട് ഓടേണ്ടത്. ഫസ്റ്റ് റൗണ്ട് 300 രൂപയ്ക്ക് ഓടണമെങ്കിൽ നമ്മൾ എല്ലാവിധ ട്രിപ്പുകളും യാതൊരു മടിയും കൂടാതെ എടുക്കേണ്ടതുണ്ട്. അതിൽ ആരൊക്കെ വണ്ടി കിട്ടാതെ അല്ലെങ്കിൽ വണ്ടിക്ക് വേണ്ടി നടക്കുന്നുവോ അവരൊക്കെ എഴുതേണ്ടതുണ്ട്. ഓക്കെ. ഇതിൻ്റെ സുന്ദരമായ നാട് മേരാ നാട് കൊള്ളാം അല്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ ഓട്ടോ സ്റ്റാൻഡിലേക്ക്. ഇന്ന് രാവിലെ തന്നെ നല്ല ജഗപുക അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. ജഗപുക. നമ്മളൊരു 8-9 വണ്ടിയൊക്കെ ആയിട്ട് നിർത്തുകയാണ് ലൈനിൽ. ഫസ്റ്റത്തെ ട്രിപ്പ് നമ്മൾ കൈനീട്ടം കിട്ടണം. കൈനീട്ടം മുന്നിക്ക് എത്രയും മുന്നേ കിട്ടുക. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഗ്യാപ്പിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 9:40 ആവണുള്ളൂ. 9:40 ആയപ്പോഴേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ കണ്ടങ്ങൾ വളരെ വിജനമായി കിടക്കുവാണ്. ഇപ്പോഴത്തെ ഈ ഒരു കാഴ്ചയും വൈകിട്ടുള്ള കാഴ്ചയും വളരെ വ്യത്യസ്തമാണ് ആ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ. കാരണം വൈകിട്ടേക്ക് ആകുമ്പോഴേക്ക് ആളുകൾ ധാരാളമായിട്ടുണ്ടാവും. പേര് നേരാകുമ്പോഴേക്ക് ആളുകൾ കുറവാണ്. എന്തായാലും കൊള്ളാം. നമുക്ക് ഫസ്റ്റത്തെ ട്രിപ്പ് നിർണായകം. അത് നമുക്ക് 30 കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ അടുത്തേക്കുള്ള ലോക്കലാണ്, ഒരുപാട് ദൂരെ പോകരുത്. 500 ചില്ലറക്കുള്ള സമയം ആയി. രാവിലെ തന്നെ ആ അമ്മയുടെ കൈനീട്ടമാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാണ്, വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റലാട്ടാ. ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിലേക്കായിരുന്നു 30 രൂപ. അങ്ങനെയെങ്കിൽ ഇനി 270 രൂപ. ഇനി 270 രൂപയല്ലേ, അത് നമുക്ക് അടിക്കാം എങ്ങനെയൊക്കെ. ഉച്ചയാകുമ്പോഴേക്കും 300 നമ്മുടെ ടാർഗറ്റ് വെച്ചിട്ടുള്ളത്. അത് 300 താവാൻ പാടില്ല. 300 മേലേക്ക് അത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. 300 താവാൻ പാടില്ല. രണ്ടാമത്തെ ഊയത്തിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഗ്യാപ്പിൽ എത്തിയിട്ടുണ്ട്. കുരിക്കളത കാളികാവിലേക്കല്ല, കൂരാട്ടിലേക്ക് പോകുന്നു. കൂരാടാണല്ലോ കുരിക്കള്. കൂരാടും കുരിക്കളോ? കൊള്ളാം. ഏതായാലും ഞാൻ രണ്ടാമത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റിങ്ങിലാണ്. ഇതെങ്കിലും ഒരു 50 റുപ്യൻ്റെ ട്രിപ്പാണെങ്കിൽ 50 റുപ്യ ആവും. ഇനി നമുക്ക് 220 അല്ലേ നോക്കാം. അടുത്ത 30 മിംസിലേക്ക് വന്നത് കേട്ടോ. അത് രണ്ടാമത്തത് നമ്മൾക്കൊരു ഹോസ്പിറ്റൽ തന്നെ.
ഫസ്റ്റ് പോയത് ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റല്, സെക്കൻഡ് വന്നത് നിംസ് ഹോസ്പിറ്റൽ പ്രൈവറ്റ് ആണ്. ബസ് സമയം 10:10. ഓ ഗ്രാഫ് താന്നാണ്ടേ പോണല്ലേ, ഗ്രാഫ് താന്നാണല്ലോ പോണത്. 60 രൂപ ആയിട്ടുള്ളൂ, 240 രൂപ ഇനിയും വേണം. ഗ്രാഫിനെ പൊക്കണല്ലോ. പോകുമ്പോഴേക്ക് 2 ആളെ മടക്കം കിട്ടിയിരുന്നെങ്കിൽ 240 എന്നുള്ളത് 210 ആക്കാമായിരുന്നു. എണ്ണ അടിക്കണ്ട, എണ്ണ നിലം അടിച്ചില്ലേ, അതുകൊണ്ട് എണ്ണയടില്ല. പക്ഷെ എന്നാലും പോകുന്ന വഴിയില് കണ്ടങ്ങള് വഴി ഇങ്ങനെ വിജനമായി കിടക്കുകയാണ്. 4 ആളൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോഴല്ലേ അതിൻ്റെതായ രസമുള്ളൂ. അതില്ല, ആളുകളില്ല. എന്താ പറയാ, മടക്കൊന്നും നോക്കണ്ട. ഇപ്പോ ചക്കട്ടപ്പം മൊയിലത്ത് പറഞ്ഞ മാതിരി എന്തേലൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇല്ലടേ, ഞാൻ ആളുകളെ ശ്രദ്ധിക്കുന്നുണ്ട്. നടന്നു പോവാ അല്ലെങ്കിൽ റോഡ് സൈഡിൽ നിൽക്കുക, അങ്ങനെയൊക്കെ ആളുകൾ നിൽക്കുമ്പോഴാണ് നമ്മൾക്ക് അവരെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അല്ലാതാണെങ്കിൽ വെറുതെ ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ വിജനമായി കിടക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റാൻഡ് വരെ ഒന്ന് വിട്ടു നോക്കാം. സ്റ്റാൻഡ് വരെ വന്നു, ആരെയും കിട്ടിയില്ല. രാജാറാണി അയക്കണം അപ്പത്തിനോടെ. ഇവിടെ രാജാറാണി ഇവിടെ നിർത്താം. മാഡം എഴുതാ, അത് 6-8 ആയില്ലേ, നമുക്കത് റൗണ്ട് ആക്കാം. 6-8 എന്ന് പറഞ്ഞാല് 6,800 കേട്ടോ. ഓക്കെ, താങ്ക് യു. ചേച്ചി ഇത് എത്രക്ക് എഴുതി പോണേ? ആവണേന് കുഴപ്പല്ല, നിങ്ങളെന്ത് ചെയ്യും? അതായത് നമ്മളുടെ നിത്യപ്പിരിവ് NNT ഞാൻ ഈ 100ഉം 200ഒക്കെ എപ്പോഴേലൊക്കെ ഇങ്ങനെ കൊടുത്ത് ആയതാണത്. ഇതിലിപ്പോ ഉള്ളതൊരു 7,000 റുപ്യാണ്. ചേച്ചി 9,000 എഴുതി പോയി. അക്കമ്മടെ വെറുതെ എഴുതിയിട്ട് കാര്യമില്ല. ഇതൊക്കെ മെസ്സേജ് വരും, ബാങ്കില് പൈസ അടക്കുമ്പോ കൃത്യമായ മെസ്സേജ്. അപ്പൊ അങ്ങനെ ഇതിങ്ങനെ എഴുതി ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യാത്രക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് എടുത്തത് എത്ര അറിയോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ കാർഡല്ലല്ലേ, അത് ഈ കാർഡ് തന്നെയാണ്. ഈ കാർഡാണെങ്കിൽ അതിൽ നമ്മൾ നല്ല സംഖ്യ അടച്ചിക്കണമെന്ന്, നല്ല സംഖ്യ അടച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ 20K നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യാത്രക്ക് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്തത്. അതിനുശേഷം പിന്നെ ഇപ്പം നമ്മൾ അടച്ച് 7K ആയുള്ളൂ. നമുക്കൊരു 30K 50Kയിലൊക്കെ പിടിക്കണം. നമ്മളെ കൂരാടിന്റെ മണിമുത്താണ്, കൂരാടിന്റെ മണിമുത്ത് അല്ലേ? പുതിയ കാക്കി കിട്ടിയ ഹയാ ഗോൾഡിന്റെ നമുക്കൊന്നും ഇല്ലല്ലോ. ബ്രാൻഡഡ് ആൾക്കാർക്കുള്ളൂ അവിടെ ഉണ്ടോ? പോളിസ്റ്റർ അല്ലേ? ചെങ്ങന്മാരെ നമ്മൾക്കൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നിൽക്കുന്നത് ചെറുകോട് എന്ന് പറയുന്ന സ്ഥലത്താട്ടാ. ഇവിടെ നമ്മളൊരു മേഡത്തിനും കൊണ്ടുവന്ന, കോഴിക്കോട്ട് നിന്ന് വന്നതാണ് ആള് ഈ ഒരു ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു വർക്കിൽ ഏർപ്പെടുന്ന ആളാണ്. ഞാൻ കറക്റ്റ് ചോദിച്ചില്ല. അപ്പൊ ഞാൻ ചോദിക്കും, ഇനി റിട്ടേൺ പോകുമ്പോൾ ചോദിക്കാം നമുക്ക്. ഇങ്ങോട്ട് പോന്നപ്പോ നമ്മൾ ജസ്റ്റ് പരിചയപ്പെട്ടത്. ഞങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്താണ് വർക്ക് എന്നുള്ളത് കറക്റ്റ് ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇപ്പൊ നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുന്നു കണ്ടല്ലോ എഴുതിയിട്ടാണ്. പിന്നെ അവർക്ക് ഇൻട്രസ്റ്റ് നമ്മളോട് നമുക്കറിയാൻ വേണ്ടി പറ്റും. ഓട്ടോയിൽ കയറിയിട്ട് ഒരാള് നമ്മളോട് സംസാരിക്കുമ്പോൾ അവർക്ക് നമ്മളോട് സംസാരിക്കാൻ ഓക്കെ ആണോ അല്ലേ എന്നുള്ളത്. അങ്ങനെ നമ്മളോട് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ആണെന്നാണെങ്കിൽ, കാരണം ചില ആളുകൾക്ക് യാത്രയിൽ സംസാരിച്ച് പോകുന്നതായിരിക്കും ഇഷ്ടം. അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും തന്നെ നമ്മുടെ ഭാഗത്ത് സപ്പോർട്ട് കൊടുക്കും. വെറുതെ ഓരോന്നൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതൊരു പരിചയപ്പെടലും കൂടിയാണ്. പുതിയ ബന്ധങ്ങൾ പോവുകയാണെങ്കിൽ, മനസ്സിലായല്ലേ? അപ്പോൾ ഇവിടെ ഇതാണ് ചെറുകോട് എന്ന് പറയുന്ന സ്ഥലം. ചെറുകോട് എന്ന് പറയുന്നത് ബാക്കിലാണ് കേട്ടോ ടൗണ് കാര്യങ്ങളൊക്കെ, മെയിൻ ടൗണ്. സമയം 10-20 മിനിറ്റിലേറെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അതായത് 11:30 ഭക്ഷണം കഴിക്കണം, വിശക്കണമുണ്ട്. പിന്നെ ഇതിപ്പോൾ ഇതിന് വാടക തന്നിട്ട് വന്ന് റിട്ടേൺ പോകുമ്പോഴേക്ക് നമുക്ക് 4 കിലോമീറ്ററാണ് ഇവിടെ ഉള്ളത്. 4 കിലോമീറ്റർ നമ്മൾക്ക് വരുന്നത് എത്ര വെച്ചാൽ 4 × 3, അതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ 127 രൂപ
50 പൈസ അതിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു വെയിറ്റിംഗ് അടക്കം കൂട്ടിയിട്ട് നമുക്കൊരു 150 160 കിട്ടണം ഇതിന്. എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഉച്ചവരെ 300 രൂപ എന്നുള്ളതായത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ 60 രൂപയ്ക്കല്ലേ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഈ 160 കൂടി വരുമ്പോഴേക്കും നമുക്കൊരു 220 ആവുമല്ലോ എന്നുള്ളതൊരു ഇതുണ്ട്. പക്ഷെങ്കിൽ ഇപ്പോഴും ഇവിടുത്തെ പോയിട്ടില്ല, അനങ്ങിയിട്ടില്ല. ഇനി എത്ര നേരം എടുക്കാവോ മക്കളെ. അപ്പൊ ഞാൻ വണ്ടൂരിലേക്ക് എത്തിയിട്ടുണ്ട്. അതൊരു സംഭവമായിരുന്നു. ഇപ്പോൾ സമയം 11:50 മനസ്സിലായില്ലേ? 11:50. ഏതാണ്ട് നമുക്ക് 40 മിനിറ്റോളം 3/4 മണിക്കൂറോളം നമുക്ക് അവിടെ വെയിറ്റിംഗ് വന്നു കേട്ടോ. ഇവിടെ ആണെങ്കിൽ റോഡ് സൈഡിൽ പണി നടന്നുകൊണ്ടിരിക്കുവാണ് ഓവിയാലിന്റെ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബ്ലോക്കുകളുണ്ട്. ഒരു സൈഡിൽ വണ്ടി നിർത്തിയിട്ട് ആ മണ്ണൊക്കെ വാരി കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഇതൊക്കെ ശരിക്കും ഈ നേരത്തല്ല ചെയ്യേണ്ടത്. അതൊക്കെ നൈറ്റിലൊക്കെ ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ വലിയ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാവില്ല. ഞാൻ അഭിപ്രായക്കാരനാണ് കേട്ടോ ഇത്തരം വർക്കുകളൊക്കെ. അപ്പൊ അവർക്ക് 10-300 ഏറെ കൂലി കൊടുക്കേണ്ടി വരും. ഈ ടൈം ആകുമ്പോൾ കൂലി കണക്ക് തന്നെ. നൈറ്റ് വർക്ക് ആകുമ്പോൾ കൂലി കൂടും. ആ വിഷയം കൊണ്ടാവാം. അല്ല അപ്പൊ നൈറ്റ് പണിയെടുക്കാൻ ആളെ കിട്ടാത്ത പ്രശ്നമൊന്നും ഇവിടെ അല്ല. അപ്പൊ അങ്ങനെ അത് 160 ഉറുപ്പിക കിട്ടി. ഓക്കെ, അതായത് അടുത്തൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. 12:45 12:45 ഞാനിപ്പോ നിൽക്കുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിന്റെ മുന്നിലാണ്. ക്വാളിറ്റി ഞങ്ങളുടെ വണ്ടൂരിലെ വലിയൊരു സൂപ്പർ മാർക്കറ്റാണിത്. അപ്പോൾ ഇവിടേക്കാണ് ട്രിപ്പ്. ഇവിടേക്കല്ല, നമുക്ക് ഇതൊരു 100 രൂപയുടെ ട്രിപ്പ് ആയിരിക്കാം. ശാന്തി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്, പൂക്കോട്ടുംപാട റോട്ടിന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നൊരു ട്രിപ്പാണ് ഈ ട്രിപ്പ്. ചിലർ വരട്ടെ. എവിടെയും തന്നെ വെയിറ്റിംഗ് ആണ്. ഇന്ന് വല്ലാത്ത വെയിറ്റിംഗ് ആണല്ലോ എന്ത് സംഭവം. അടിച്ചു മോനെ അടിച്ചു. ഇപ്പൊ സമയം 1:10 ആയിട്ടുണ്ട്. 1:10 നമ്മൾക്ക് 130 രൂപ പോയിന്റിലേക്കായിരുന്നു ട്രിപ്പ് കിട്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് റിട്ടേൺ പോവുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ശാന്തി എന്ന് പറയുന്ന സ്ഥലമാണത്. 130. അപ്പൊ എത്രയായി? അപ്പൊ നമ്മൾ 220, 350 രൂപയ്ക്ക് നമ്മൾ ഓടിയിട്ടാ. നമ്മൾ ടാർഗറ്റ് 300 വെച്ചു. അതിനേക്കാൾ 50 രൂപയ്ക്ക് നമുക്ക് ഉച്ചയ്ക്ക് ഓടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ചെറിയൊരു പ്രശ്നമുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ടാർഗറ്റ് വെക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഉച്ചയ്ക്ക് ശേഷം വേറെ ചെറിയൊരു പരിപാടി ഉണ്ട്. അങ്ങാടി എത്തിയപ്പോൾ ചെറിയൊരു ആക്സിഡന്റ് കഴിഞ്ഞേക്കണം. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒച്ചയും അവിടെ കാണുന്നുണ്ട്. സമാധാനത്തോടെ തീരുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നോക്കാം. ഞാൻ വന്ന് നോക്കിയിട്ട് പറഞ്ഞുതരട്ടാ കഥ. ഞാൻ ലൈനിട്ട് കേട്ടോ. ആദ്യം ലൈനാണെങ്കിൽ പാമ്പൻ പാലം പോലെ നീണ്ടു കിടക്കുകയാണ്. ഒരു 1.5 കിലോമീറ്റർ പോയോ ലൈന്? ഞാൻ ലൈനിക്ക് ഇടാറിനപ്പോ സമയം എത്ര ആയി എഴുതിട്ടാ? 1:30 ആയില്ലേ? 1:25 ഒരു അരമണിക്കൂർ ഒന്ന് നോക്കാം. 10 രൂപ കിട്ടാണെങ്കിൽ കിട്ടട്ടെ എഴുതിട്ടാണതേ. അപ്പൊ ഇങ്ങോട്ട് പോകുന്നപ്പോ ഒരു 10 കൂടി കിട്ടിയിട്ടാ. അപ്പൊ നമുക്ക് മൊത്തം എത്രയായി? 360 ആയിട്ടാ. ഞാന് അവിടെ പോയിട്ടാ. ഈ ആക്സിഡന്റ് നടന്ന അവരെന്താണ് സംഭവം അറിയണില്ല. എനിക്കാണെങ്കിൽ ഫസ്റ്റ് തൊട്ട് കഥ അറിയില്ല. അവിടെ ചെന്നപ്പോ കാറിന്റെ ബാക്കിൽ ബൈക്കുകാർ തട്ടി. കാർ ബ്രേക്ക് ഔട്ട് ചെയ്യപ്പോ ബൈക്ക് പോയി ഇടിച്ചു. അത് എന്താ പറയാ, ഒറ്റയടിക്ക് കസർക്കലല്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിലും ഒന്ന് മര്യാദക്ക് സംസാരിക്കുക. ആരാണെങ്കിലും അങ്ങനെ ചെയ്യേണ്ടത്. അപ്പോ കാറുകാരൻ പറയുന്നത് ചെറുക്കന്മാരാണ് ബൈക്ക്. അപ്പൊ ചെക്കന്മാര് എന്തോ പറഞ്ഞു, പ്രായം നോക്കാതെ എന്തോ ഡയലോഗ് അടിച്ചു എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് നേരെ അവിടെ ഇങ്ങനെ വർത്താനം പറയണം. അപ്പൊ പിന്നെ ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരെ നമ്മളിടപെട്ട് നമ്മള് അത് ഒറ്റടിക്ക് പൊട്ടെ എങ്ങനെ എല്ലാ പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കജ്ജി കൊടുത്ത് തിരിച്ചു വിട്ടിന്. അത് ഡീലായി. അത്രേ ഉള്ളൂ. അതിനൊക്കെ നമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ അവർ പേടിക്കുന്നത്. ഡീലാക്കാൻ സാറാട്ടോ അല്ലെങ്കിൽ നാട്ടിൽ തന്നെ എന്നൊരു ട്രിപ്പ് കിട്ടി കേട്ടാ. അതായത് ഞാനിപ്പോൾ അങ്ങാടിയിൽ നിന്ന് അവിടെ നിന്ന് ലോക്കൽ എടുത്തിട്ടാണ് വരുന്നത്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 2 മണിക്ക് 5 മിനിറ്റ് കണ്ടാ. 2 മണിക്ക് 5 മിനിറ്റ് കാണില്ലല്ലോ. അതായത് ഇപ്പോൾ നമ്മളങ്ങനെ 350 രൂപയ്ക്ക് ഓടി. ഇനി ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് അടുത്തത് ടാർഗറ്റ് വയ്ക്കാം. മത്തി പൊരിച്ചത്, കറി വെച്ചത്. ഓക്കെ, അതാണ് ഉച്ചയ്ക്കുള്ള നമ്മളുടെ ഭക്ഷണം എന്ന് പറയുന്നത്. ഇന്ന് മത്തിയാണ്. മത്തിക്കറി, മത്തിപ്പൊരി. സമയം 2:40 ആയിട്ടാണ്. ഈ 2:40 നമ്മൾ എന്താ പറയാ, നമ്മുടെ ഉച്ചയ്ക്ക് ശേഷമല്ല കളി കളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. 2:40. അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഇന്നലെ വെച്ചത് എത്രയായിരുന്നു ടാർഗറ്റ് എനിക്ക് ഓർമ്മയല്ല. നമ്മളെത്ര 500 വെച്ചേ. എന്തായാലും ഞാൻ വെക്കുന്ന 400 വെക്കുക. കാരണം എനിക്ക് വലിയ ടൈമില്ല എന്ന് പറഞ്ഞാൽ 5 മണി വരെ 5-5:30 വരെ ഓടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഞങ്ങളുടെ സ്റ്റാൻഡിൽ ഞങ്ങൾക്കിടയിൽ ചെറിയൊരു കൂട്ടായ്മ ഉണ്ട്, 10-20 ആൾക്കാരുള്ള. അപ്പൊ അതിൻ്റെ ഒരു ചെറിയൊരു യോഗ ഉണ്ടെന്ന് സെക്രട്ടറി വിളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ ആ യോഗത്തിൽ പങ്കെടുക്കണം. നേരത്തെ നമുക്ക് ഓടൽ നടക്കൂല. അപ്പൊ അതുകൊണ്ട് 5 മണി വരെ സമയമുള്ളൂ. ഇത് വേണ്ട, നമുക്ക് 400 വെച്ചാൽ പണിയാവും. 300 തന്നെ ആക്കാം ടാർഗറ്റ്. 300. ഓക്കെ,
ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ ആദ്യത്തെ ട്രിപ്പ്. ഈ വീട്ടിലാണെങ്കിൽ ബെൻസ്, ഇന്നോവ, പിന്നെ വേറെ ഏതൊക്കെ 1-2 വണ്ടി. വീട് തന്നെ അജാന വീടാണ്, കൊള്ളാം. ഒരു 30 രൂപ പോയിന്റാണ്. നല്ല രസമുള്ളൊരു വീട് കേട്ടോ. രസമുള്ള വീട്, അതുപോലെ ഗാർഡന് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളി കാണാൻ. നട്ടുച്ച നേരത്ത് നട്ടം തിരിഞ്ഞ് നടക്കണ കണ്ടപ്പോൾ 3 370 കിട്ടണം നിന്റെ ചെങ്ങായി. ചെങ്ങന്മാരെ 3 നമുക്ക് ഈ 370 കിട്ടണം. നാളെ ടാർഗറ്റ് പിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. മിക്കവാറും ഇന്നത്തെ ദിവസം നമ്മൾ തോൽക്കൂട്ടോ. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസത്തെ പോലെയല്ല, ഇന്ന് ചെറിയൊരു തോൽവി കിട്ടാൻ സാധ്യത ഉണ്ട്. ഉച്ചവരെ നമ്മൾ ടാർഗറ്റ് വെച്ച് വിജയിച്ചത് തന്നെയാണ്. തോൽവി ഒന്നിലേറെ രാജാറാണിയാണ് ജയിന്, അത് വേറെ വിഷയം. പിന്നെ മുന്നിൽ കുറെ നേരം ഇരുന്നിട്ട് ഒരു ട്രിപ്പ് കിട്ടുന്നത്, അത് വേറെ വിഷയം. ഓക്കെ, നാട്ടിലേക്ക് തന്നെ രണ്ടാമത്തെ ട്രിപ്പ്. നാട്ടിലേക്ക് നമ്മളുടെ അയൽവക്കത്തൊരു കുട്ടിയാണ്, അവിടേക്കായിരുന്നു കിട്ടിയിരുന്നത്. ഇപ്പോൾ സമയം ഒരുപാടായിട്ടോ. സമയം ഇവിടെ 3:40 മോനെ 3:40 നമുക്ക് 60 രൂപയ്ക്ക് നമ്മൾ ഓടിയിട്ടുള്ളൂ. ചെങ്ങന്മാരെ മൂന്നാമത്തെ ട്രിപ്പ്, സമയം 4:20. കിട്ടിയിട്ടുള്ള നിംസ് ഹോസ്പിറ്റലിലേക്കായിരുന്നു, പ്രൈവറ്റ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷത്തെ നമ്മുടെ പരിപാടി നടക്കുന്ന തോന്നുന്നില്ല. എൻ്റെ എല്ലാ പ്രതീക്ഷ അവസാനിച്ചിരിക്കുവാണ്. അതിനാണ് നമുക്ക് ഓടാൻ ടൈമില്ലല്ലോ. 4:20 5:30 ആകുമ്പോൾ മീറ്റിംഗ് വേണം. അതൊരു 6 മണിക്കായിരിക്കാം തന്നെ കൂട്ടിക്കോളൂ. എന്നാൽ പോലും നമ്മൾക്ക് ഇനി 300 രൂപ ആകണമെങ്കിൽ പോലും 210 രൂപ വേണം. 400 രൂപ ആവണമെങ്കിൽ നമുക്ക് 310 രൂപ ഇടണം. എന്താലേ ചോദില്ല, അനങ്ങുന്നില്ല. വണ്ടി തീരെയാണ് സ്റ്റക്കായി കിടക്കണം, പരമ സ്റ്റക്ക്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ റിട്ടേൺ പോകുമ്പോൾ ട്രിപ്പുകളില്ല, ഇടയിൽ നിന്നും ട്രിപ്പുകളില്ല. അതായത് നമ്മൾ ലൈനിന്റെ ഫസ്റ്റ് ഗ്യാപ്പിലേക്ക് എത്തിയിട്ടാണ് ട്രിപ്പ് കിട്ടുന്നത്, അതിന് മുമ്പായിട്ട് കിട്ടുന്നില്ല. ഒരുപാട് ഇല്ലായ്മകളുണ്ട്. ഉച്ചവരലൊക്കെ ഉണ്ടായിരുന്നു. ചെങ്ങന്മാർ 50 ഉറുപ്പിന്റെ ട്രിപ്പ് നമ്മൾക്ക് ഏറെ വൈകിട്ട് കിട്ടി. ഇപ്പൊ സമയം 5:10. പണക്കാരന്റെ മൂത്തച്ഛനെ കൊണ്ടുവന്നിടാൻ വേണ്ട വന്നത്. ഇത്തനോട് ഒരുപാട് പറഞ്ഞു ചായയൊക്കെ കുടിച്ചിട്ട് പോയിക്കോ. പക്ഷെ എനിക്ക് ചായയേക്കാൾ മുഖ്യം ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായതുകൊണ്ട് അവിടെ നിന്നില്ല, നേരെ പോന്നു. നമ്മള് അടുത്തതായിട്ട് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കട്ടെ. ഇപ്പൊ 90 140 അല്ലെ, ഒരു 160 കിട്ടുവാണെങ്കിൽ 300 റൗണ്ട് ആക്കാറുണ്ട്. 5 മണിയായി. മീറ്റിങ്ങിനെ കുറിച്ച് വലിയതായിട്ടൊന്നും പറയണായിട്ടുള്ള ഗ്രൂപ്പില് എല്ലാന്നാണെങ്കിൽ പോകേണ്ടി വരും. അപ്പൊ പിന്നെ ഓട്ടം നടക്കൂല തീരെ. എന്തായാലും ചായ കുടിക്കണം. ചായ നമുക്ക് അങ്ങാടിയിൽ നിന്ന് കുടിക്കാം. അങ്ങാടിയിൽ നിന്ന് കുടിക്കുമ്പോ എന്താ വെച്ചാല് അപ്പോഴെനിക്ക് അതിന്റെ ഒരു പവർ കിട്ടുള്ളൂ. ഒപ്പാരയിൽ ഉണ്ടാകുമ്പോ വേറെ രസം. 6:40 സമയം. നാട്ടിലേക്ക് ലോക്കൽ കിട്ടിയത് കാരണം. പക്ഷേങ്കിൽ മീറ്റിംഗ് ഇല്ലാട്ടെന്ന് മീറ്റിംഗ് നാളേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഓട്ടത്തെ കാര്യത്തിൽ ഡൗൺ വന്നിരുന്നത്. പിന്നെ ഓട്ടം ഉച്ചയ്ക്ക് ശേഷം ഒന്നിട്ട് കങ്ങി, അതപ്പൊ ഉണ്ടായത്. എന്തൊക്കെയാലും കുഴപ്പമില്ല. നമ്മളിപ്പോ ലോക്കൽ പോകുന്നതാണ് 40 രൂപയുടെ. അപ്പോ അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ലോക്കൽ വിട്ടുനോക്കാം. ഒരു കാര്യപ്പെട്ട ട്രിപ്പ് കിട്ടിയാലേ ഇപ്പൊ ഒന്ന് കര കയറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇന്ന് കരയില്ല. അവിടെ ഈ കാണുന്ന പച്ചക്കറി പീടികയിൽ നിന്നേ കുറച്ച് പച്ചക്കറി വാങ്ങി. ചിന്നു വിളിച്ചിട്ട് പറഞ്ഞു പച്ചക്കറി ഇല്ല, പച്ചക്കറി വേണം. അപ്പൊ പിന്നെ പച്ചക്കറി വാങ്ങി. ഇനി നമ്മളുടെ പരിപാടി ഞാൻ 2-3-4 ട്രിപ്പ് എടുത്തു കേട്ടോ. 2-3 ട്രിപ്പ് എടുത്തു. ഞാൻ വീട്ടിലേക്ക് പോവാണ്. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 8:25 ഈ പോകുന്ന വഴിയിൽ എനിക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞാൽ 1 ലിറ്റർ വെളിച്ചെണ്ണ, ഒരു 10 മുട്ടയും അതുകൂടി കിട്ടണം. അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ തീർന്നു. ഇപ്പൊ ഈ ഒരു പച്ചക്കറി സാധനങ്ങളൊക്കെ പാടൊരു 260 രൂപന്റെ സാധനമാണ് നമ്മൾ വാങ്ങിയത്. അപ്പൊ ഇനി നമ്മളിനി അടുത്ത് വാങ്ങാൻ പോകുന്നത് എത്രയാവും എന്നുള്ളത് അറിയില്ല. വെളിച്ചെണ്ണ ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം നല്ല ഫണ്ടാവൂല്ലേ. വെളിച്ചെണ്ണക്കല്ല വിലയല്ലേ. ഏതായാലും ഓക്കെ, ഞാൻ അതുകൂടി വാങ്ങിയിട്ടേ നൈസായിട്ട് പാലത്തിങ്ങ കുറച്ചേരം ഇരിക്കണം. അവിടെ ഇരുന്നിട്ട് 9:15 ആകുമ്പോഴേക്ക് വീട്ടിൽ പോയാൽ മതി. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് സിറ്ററിൽ വെച്ചു. പക്ഷേങ്കിൽ ആരും ഉറങ്ങിയിട്ട് ഇപ്പോൾ സമയം 9:40.
9:40 കഴിഞ്ഞു, 9:45 എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണെന്ന് 200 റുപ്യക്കാണ് ഓടിയത്. അതിലിപ്പോൾ നമ്മൾ കൂട്ടുകയാണെങ്കിൽ നമുക്ക് 200 റുപ്യ എണ്ണക്കായി മാത്രം ബാക്കിയത്. ബാക്കി ഫുള്ള് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടൊക്കെ തീർന്നു. പ്രശ്നമല്ല, നമ്മൾ അതിന് വേണ്ടിയിട്ടല്ലേ ഓടുന്നത്. അപ്പോൾ ഓക്കെ പറഞ്ഞ പോലെ. പിന്നെ നാളെ കാണാം.